ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ആ കൊച്ചു കുറേ നേരമായി വണ്ടിയിലേക്ക് നോക്കിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വേണം നമ്മൾ ഹോൺ അടിച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ്. ഓ, ഇന്ന് മൂന്നാമത്തെ സ്ഥലത്ത് ലോഡ് ഇറക്കുന്നിടത്ത് കണ്ടമാനം ടൈം എടുത്തു. ഇത് കഴിഞ്ഞ് ഹൈവേയിലേക്ക് കയറിയിട്ട് വേണം എന്തെങ്കിലും കഴിക്കാനായിട്ട്. ഇപ്പോൾ സമയം വൈകിട്ട് 4:36. കാലത്ത് 8 മണിക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്. ഈ ലോഡ് ഇറക്കണ ദിവസവും അതുപോലെ തന്നെ ലോഡ് കയറ്റണ ദിവസവും ശോകം അവസ്ഥയാണ്. Sal de la rotonda por la primera salida por la D260. ഞാൻ എല്ലാ പേപ്പറും വലിച്ചു പോയതായി തീർത്തിട്ടേക്കാം. ഇനി ഇവിടുന്ന് ടോളെടുത്തിട്ട് നമുക്ക് പാരീസിലേക്ക് പോകണം. Toma la salida de Guión a la derecha en dirección Busmen. ഞാനവിടെ 2 മണിക്ക് വന്നതാ. 2 മണിക്ക് അല്ല, 2 മണി കഴിഞ്ഞു. 2:30, 2:45. ഇപ്പം 4:15. 1.5 മണിക്കൂർ എടുത്തു. സംഭവങ്ങളെല്ലാം ഓക്കെ ആണെന്ന് കരുതുന്നു. En 2 kilómetros, toma la salida de Guión a la derecha en dirección Busmen. Después mantente a la derecha. നമുക്കിനി നേരെ ഇനി പാരീസിൻ്റെ റൂട്ട് എടുക്കണം. ഇപ്പം നിർത്തുമ്പോൾ ഒരു ചായ വെക്കണം, എന്നിട്ട് നോക്കണം സമയം എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റാം. കാരണം നാളെ പാരീസിൻ്റെ അകത്ത് റുഞ്ചിയിലാണ് നമുക്ക് ഫസ്റ്റ് ലോഡ് ഇറക്കണ്ട. എന്നോട് അവരിന്ന് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് 8 മണിക്കാണ് ലോഡ് ഇറക്കാൻ തന്നെയാണ്. സമയം കുറച്ച് നേരത്തെ ആകണം. Dirección Busmen. Después mantente a la derecha. അല്ലല്ല, 21 പറഞ്ഞ എന്തിനാണോ സംഭവം? ഇവിടെ നിന്ന് തിരിച്ചു കയറണപ്പാ. ഓക്കെ, Mantente a la derecha por Avenida Ambutón. Después entra en la rotonda. Sal de la rotonda por la tercera salida por Avenida Ambutón. ഇവിടെ നിന്നും പാരീസിലേക്ക് ഇതിലെ എടുക്കേണ്ടി വരും. Sal de la rotonda por la primera salida por la 87.
ഒരു കണക്കിനാണ് ഞാൻ സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കയറ്റി വെച്ചാണ്. കാരണം നമുക്കിനി അടുത്ത സ്ഥലത്ത് ഇറക്കണോടത്ത് വന്നിട്ട് ഇതിൻ്റെ മെറ്റീരിയൽസ് ഇറക്കിയിട്ട് പണിവാളിയില്ല പണിവാളി പാരീസ് ഇതിലല്ല. അതിനെ കാണാം. വർത്തമാനത്തിൻ്റെ ഇടയ്ക്ക് ആ സംഭവം കൊണ്ട് മാറണം. ഇവിടെ നിന്ന് ഔട്ടർ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. സമയത്ത് ഇത്രമാത്രം തിരക്കൂട്ട് ഞാൻ വിചാരിച്ചില്ല. ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ A1 എടുത്തിട്ട് ടോളിലേക്ക് കയറാം. അപ്പോൾ നമ്മളിന്ന് കാലത്ത് 3 സ്ഥലത്താണ് ലോഡ് ഇറക്കാൻ. Sitúate en uno de los 2 carriles de la izquierda. Rafa, una pregunta. ¿Sabes a qué hora abren eso? ¿El QMB o a las 5:30? Yo a las 6:30 está complicado allí la ruta, la zona, es por eso. Estaría... ¿Usted cree que yo me invento para descargar antes de las 6? ¿Te parece bien? Si no, yo me esperaré. En 900 metros, mantente a la derecha por la 11. നാളെ അവനെ എഴുതണം. ട്രൈ ചെയ്ത് നോക്കാനായിരിക്കുള്ളൂ. പോയി അവിടെ കൊടുത്താ വരെ. കാരണേ 5:30 എന്ന് പറഞ്ഞാൽ നല്ല ബെസ്റ്റ് ടൈമാണ്. പാരീസൊക്കെ നല്ല പടച്ച് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് കയറി പോവാം. ഞാനവിടെ കണ്ടോടത്തോളം വെച്ചിട്ട് 5:30 അവിടെ തുറക്കുന്നുള്ളതാണ്. 6 മണി 6:30 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് പാരീസ് ക്രോസ് ചെയ്തിട്ട് അവിടെയും അവിടെ നിന്ന് ഒരു 200 കിലോമീറ്റർ അടുത്ത് ലോഡ് ഇറക്കാനുണ്ട്. ഇപ്പം കാലത്ത് 6 മണി 8 മണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയ. നമുക്കപ്പോൾ സാവധാനം നമ്മൾ ഹൈവേയിലേക്ക് കയറണം.
നമ്മൾ ഈ ഭാഗം ചോദ്യം പരിപാടി അവൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ സാധാരണ ഇതിൽ പരിപാടി നിൽക്കാറൊന്നുമില്ല. നമ്മളങ്ങോട്ട് പോകും. കൊഞ്ചിയിൽ പിന്നെ അവിടെ ഇവിടെ ഇടാൻ പാടില്ല എന്ന് മാത്രമേ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ സാധാരണ ഇതിൽ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ഡക്കിൽ അങ്ങോട്ട് കയറ്റിയിടും. അവർ വന്നിട്ട് വിടാൻ പറ്റില്ല. അപ്പം തന്നെ നമ്മൾ വാലോട് വന്നിട്ട് സാധനം ഇറക്കും. ഒരു 7 ഇതാണ് അവിടെ ഇറക്കാനുള്ള. കൊച്ചി മാർക്കറ്റ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2 മണി കഴിയുമ്പോഴേക്കും ആക്റ്റീവായി തുടങ്ങും. ഒരു 2:30-3 മണിയാകുമ്പോഴേക്കും ഭയങ്കര തിരക്കായിരിക്കും അവിടെ. അല്ലെങ്കിൽ ഇന്ന് അവിടെ പോയി കിടക്കണം. ഒരു ജാതി ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷേ എങ്കിലും കൂട്ടുകാരെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ. എന്തായാലും സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.